ഒരു മനുഷ്യൻ ചെറുപ്പത്തിൽ 24-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. ദീനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. വിവാഹം കഴിച്ച് ഭാര്യക്കൊപ്പം ജീവിക്കാൻ തുടങ്ങി. സാധാരണക്കാരനായ നാട്ടിലൊരു ജോലിയുള്ള ഒരു മനുഷ്യൻ. അയാള് ഭാര്യന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഒരു വർഷമായപ്പോഴേക്ക് ഭാര്യ പ്രഗ്നന്റ്. ഒന്നാമത്തെ ഗർഭം ധരിച്ചപ്പോൾ അയാൾ ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു കുട്ടി വരാം. രണ്ടുപേരും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ആദ്യത്തെ കുട്ടി ആൺകുട്ടി. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടം പെൺകുട്ടിയായിരുന്നു എങ്കിൽ പോലും ഉമ്മ പ്രാർത്ഥിച്ചത് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. ഇയാൾക്ക് പെൺകുട്ടികളെ കൂടുതൽ ഇഷ്ടം. പക്ഷെ ഉമ്മ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന, ഉമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആദ്യത്തെ കുട്ടി ആൺകുട്ടിയായാൽ കടയിൽ പോകാനും തറവാട്ടിൽ പോകാനും സ്കൂട്ടർ ഓടിക്കാനും ഒക്കെ ഒരു കുട്ടി ഉണ്ടാകും എന്ന ചിന്തയിൽ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. അങ്ങനെ 10 മാസം തികഞ്ഞ് ആ പെണ്ണ് പ്രസവിച്ചു. 25-ാമത്തെ വയസ്സിന് ശേഷം ഈ മനുഷ്യൻ ആദ്യത്തെ ബാപ്പയെ പ്രസവിച്ചപ്പോൾ കുട്ടി ആൺകുട്ടിയാണ്. അള്ളാ പെണ്ണിന്റെ പ്രാർത്ഥന. ഈ പ്രസവം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോ ഈ പെണ്ണ് രണ്ടാമതും പ്രഗ്നന്റ്. അപ്പോ ഈ ബാപ്പ പ്രാർത്ഥിച്ചു, പടച്ചോനെ ആൺകുട്ടിനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഒരു പെൺകുട്ടി വേണം. ഉമ്മയും പ്രാർത്ഥിച്ചു, ഇനി ഒരു പെൺകുട്ടി മതി. രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചപ്പോ അള്ളാഹ് പ്രാർത്ഥന കേട്ടു. ഇവർക്ക് രണ്ടാമതായി പടച്ചോൻ കൊടുത്തത് ഒരു പെൺകുട്ടിയാണ്. 3 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിയുമായി ഇവരുടെ കുടുംബ സന്തോഷത്തിൽ മുന്നോട്ട് പോയി. ഇതിനിടയിൽ 2 പ്രസവവും അതിന്റെ ചെലവുമൊക്കെ ആയപ്പോ നാട്ടിൽ പണിയെടുത്ത് ജീവിച്ച ഈ മനുഷ്യൻ സാമ്പത്തികമായിട്ട് ഞെരുങ്ങാൻ തുടങ്ങി. ഭാര്യന്റെ അടുത്ത് വന്ന അയാൾ പറഞ്ഞു, എടി ഞാൻ പോവാണ്, ഇനി നാട്ടിൽ നിന്ന് പണിയെടുത്താൽ ഈ മക്കളെ പോറ്റാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഞാനൊരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഭാര്യയോട് ഈ വിഷയം പറഞ്ഞു. അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും കുടുംബം മുന്നോട്ട് പോകണം എന്ന ഒരാഗ്രഹം കൊണ്ട് ഈ പെണ്ണ് സമ്മതിച്ചു. അങ്ങനെ അയാൾ രണ്ടാമത്തെ ഗർഭം കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷം സൗദി അറേബ്യയിലേക്ക്, പിന്നീട് ഒരു ചെറിയ ശമ്പളത്തിന് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. അതിനിടയിൽ നാട്ടിൽ തിരിച്ചു വന്നു. ഭാര്യ 3ാമത് പ്രഗ്നന്റായി. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും 3ാമത് പ്രഗ്നന്റ് ആയ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ കൂടി ജന്മം നൽകി. ആ കുടുംബം 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട്. ഒരു പ്രശ്നം, ഈ മനുഷ്യൻ അദ്ദേഹം ജോലി ചെയ്ത പൈസയിൽ നിന്ന് ഇത്തിരി പണം ഒരു കുറി വെക്കും. സൗദി അറേബ്യയിൽ തന്നെ ഒരു കുറി. ആ കുറി ഇങ്ങനെ വെച്ച് പോയി. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോ ആ മനുഷ്യന് കുറി കിട്ടി. ആ കുറി കിട്ടിയപ്പോ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയ സുഹൃത്തിനോട് വന്ന് അയാൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഒരു ചെറിയ കോഫി ഷോപ്പ്, ചായപ്പീടിയ, രണ്ടാളും കൂടി ചേർന്ന് സൗദിയിൽ ഒരു പീടിയ. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ആ കട 1 2 ആയി, 2 4 ആയി, 4 8 ആയി. അങ്ങനെ സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ ഒരു ബ്രാൻഡിൽ കോഫി ഷോപ്പുകൾ. കൂലിപ്പണിയെടുത്ത് ജീവിച്ച ആ മനുഷ്യൻ സാമ്പത്തികമായിട്ട് ഉയർന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ 25 സെന്റ് സ്ഥലം വാങ്ങിയ 25 സെന്റ്, എന്നിട്ട് ഏറ്റവും സൗകര്യമുള്ള 5 ബെഡ്റൂമുള്ള മനോഹരമായ ഒരു വീടുണ്ടാക്കി. പൈസ ബിസിനസ്സുകാരനാണ്. 6 മാസം അയാൾ നാട്ടിലുണ്ടാകും. അപ്പൊ 6 മാസം പാർട്ട്ണർ സൗദിയിൽ ഉണ്ടാവും. 6 മാസം പാർട്ട്ണർ നാട്ടിലുണ്ടാകും. 6 മാസം ഇയാൾ സൗദിയിലുണ്ടാകും. സുഖൻ 6 മാസം മാറി നാട്ടിലും ഗൾഫിലുമായി ബിസിനസ് ഇങ്ങനെ പുരോഗമിച്ച് സാമ്പത്തികമായി ഉയർന്ന് 25 സെന്റ് സ്ഥലം വാങ്ങി വീടുണ്ടാക്കി ആ മനുഷ്യന് സുന്ദരമായി ജീവിക്കാൻ തുടങ്ങി. ഒരു പ്രശ്നം, ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഇന്റർലോക്കുകൾ, വീടിനകത്ത് LED ബൾബുകൾ മിന്നി തിളങ്ങും. വീടിന്റെ താഴെ തറയിൽ ഇറ്റാലിയൻ മാർബിളിന്റെ പളപള. വീടിന്റെ പോർച്ചിൽ ഒരു ഇന്നോവ കാർ. മുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടം. ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് കൊതിക്കാവുന്നതെല്ലാം മനോഹരമായിട്ട് ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചു. ഇപ്പോ അന്ന് പ്രസവിച്ച ആ ചെറുക്കൻ, അള്ളാനോട് പെണ്ണ് പ്രാർത്ഥിച്ച് 1ാമത് കിട്ടിയ ആ ചെറുക്കൻ ഇപ്പോ അവൻ +1 കഴിഞ്ഞ് +1 വേണ്ടി പഠിക്കാൻ. ആ ചെറുക്കൻ അയാളുടെ +2 ഇങ്ങനെ പാസ്സാവാൻ നിൽക്കുക. 2ാമത്തെ മോള് 9ാം ക്ലാസ് പഠിക്കാൻ, 3ാമത്തെ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കാൻ. എല്ലാം സെറ്റപ്പായി ജീവിതമൊക്കെ ഉഷാറായി വളരെ പ്രതീക്ഷയിൽ സന്തോഷത്തിൽ ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. 6 മാസം കൂടുമ്പോൾ അയാൾ വരും, നാട്ടിലുണ്ടാക്കും. ഒരു രസം, സന്തോഷം, സുഖം. അതിനിടയിൽ ഒരു ദിവസം സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ലാത്തൊരു ദിവസം രാവിലെ ഒരു 9:30 മണി 10 മണിയായപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടാണ് ഉമ്മ പുറത്തെ ബാത്റൂമിലേക്ക് ഓടിയെത്തിയത്. അവിടെ എത്തിയപ്പോൾ കുട്ടി ഇങ്ങനെ കരഞ്ഞ്
എന്തോ കണ്ട് പേടിച്ച് കരയാണ്. ഉമ്മ നേരെ ചെന്ന് കുട്ടിയെ ചേർത്ത് പിടിച്ച് ഉമ്മ പറഞ്ഞു, സാറല്ല, പ്രശ്നമില്ല. ഈ കുട്ടിക്ക് ചിലന്തിയെ പേടിയാണ്, എട്ടുകാലിയെ പേടിയാണ്. എട്ടുകാലിയെ പേടിയുള്ള ഈ കുട്ടി എട്ടുകാലിയെ കണ്ട് പേടിച്ചതാണെന്ന് ഉമ്മ കരുതി. ഈ ബാത്റൂമിൽ വലിയൊരു എട്ടുകാലി വരും, അതിന് കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. ഉമ്മക്ക് ഇതുപോലെ ഈ കുട്ടി കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓടിച്ചെന്ന ഉമ്മ കുട്ടിയെ പിടിച്ച് പറഞ്ഞത് എട്ടുകാലിയാണ്. അതുകൊണ്ട് ഉമ്മ അങ്ങനെ കുട്ടിയെ ചേർത്ത് പിടിച്ചു. പക്ഷെ കുട്ടിയുടെ ഏങ്ങൽ അടങ്ങുന്നില്ല, കുട്ടി കംഫർട്ട് ആവുന്നില്ല. ഉമ്മ അവളെ ചേർത്ത് പിടിച്ച് ബെഡ്റൂമിനകത്ത് കൊണ്ടുചെന്ന് ഇരുത്തിയിട്ട് ഉമ്മാന്റെ തോളിലേക്ക് ഇങ്ങനെ ചെരിച്ച് ചാച്ചി വെച്ച് ഉമ്മ ഇങ്ങനെ തട്ടി സമാധാനിപ്പിച്ച് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസമൊക്കെ നേരെയായി. അപ്പോഴും ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിട്ടുകളാ, ഒഴിവാക്ക്, ഒരു എട്ടുകാലിയല്ലേ എന്ന് ഉമ്മ ഇങ്ങനെ പറയുമ്പോ ഈ കുട്ടി ഉമ്മനോട് പറഞ്ഞു, എട്ടുകാലിയല്ല, രണ്ടു കാലി. അവളാ കുട്ടി ഉമ്മ ചോദിച്ചു, രണ്ട് കാലി? എന്നെ പേടിപ്പിച്ചത് എട്ടുകാലിയല്ല. കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയ 14കാരി പെൺകുട്ടി വസ്ത്രമൊക്കെ അഴിച്ച് കുളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നത്. പെൺകുട്ടിയൊക്കെ കുറെ സാധനങ്ങൾ വേണമല്ലോ കുളിക്കാൻ, എടുക്കാൻ മറന്നത്. അതെടുക്കാൻ വേണ്ടിയിട്ട് അവൾ വാതിലിന്റെ കുറ്റി, ഡ്രസ്സ് മേലെ കൂടി എടുത്തിട്ട് വാതിലിന്റെ കുറ്റി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, +1 പഠിക്കുന്ന സ്വന്തം ഏട്ടൻ കാക്ക വാതിലിന്റെ പഴുതിലൂടെ പെൺകുട്ടി കുളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടാണ് ഈ പെൺകുട്ടി പേടിച്ച് കരഞ്ഞത്. ഇത് ഉമ്മയോട് പറഞ്ഞപ്പോ ഞെട്ടിയത് കുട്ടിയല്ല, ഉമ്മയാണ്. ആകെ പ്രശ്നമായി, ഞെട്ടി നിൽക്കണം. ഉമ്മക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്പം കഴിഞ്ഞപ്പോ പാപ്പാക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മ പറഞ്ഞു, നാട്ടിൽ വരണം, ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന്, നാളെ പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ നാട്ടിൽ വരണം. അയാൾ പറഞ്ഞു, നോക്കട്ടെ, ടിക്കറ്റ് എടുക്കട്ടെ. അങ്ങനെ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് ഈ ചെറുക്കനെയും കൊണ്ട് കൗൺസിലിംഗ് സെന്ററിൽ വരികയാണ്. പ്രാർത്ഥിച്ച് അള്ളാഹ് കൊടുത്ത മകൻ. അവനിപ്പോ താടിയും മീശയും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ശബ്ദം കനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയസ്സ് 17 കഴിഞ്ഞ് 18ലേക്ക് കിടക്കുന്നു. ഈ ചെറുക്കനെ കൊണ്ട് പാപ്പ ഇരിക്കണം. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണക്ക് മുമ്പാണ് എന്റെ അടുത്ത് ഈ ചെറുക്കനെ കൊണ്ട് വരുന്നത്. ഈ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, ഈ ചെറുക്കനുണ്ട്. അവരാകെ സങ്കടത്തിലാണ്. മനോഹരമായി പണിതുയർത്തി വെച്ച, സുന്ദരമായിട്ട് ഇന്റീരിയർ ചെയ്ത, മുറ്റത്ത് പൂന്തോട്ടമുള്ള ആ സുന്ദരമായ വീട്ടിൽ ഇപ്പോ എല്ലാം ഉണ്ട്. LED അപ്പോഴും കത്തുണ്ട്, സ്വിച്ചിട്ട AC, ആ റൂമാകെ തണുപ്പിക്കും. പക്ഷേ ഉള്ളു തണുക്കാത്ത ഒരു ഉപ്പയും ഉമ്മയുമാണ് ആ വീട്ടിലുള്ളത്. നെഞ്ചിനുള്ളിൽ നെരിപ്പോടാണ്. ആ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയത് സമാധാനമാണ്, സന്തോഷമാണ്. ഒരു മരിച്ച വീട് പോലൊരു വീട്. എത്രയോ സ്വത്തും മുതലുണ്ടാവും. നോക്ക് നിങ്ങൾ, അയാൾ എന്റെ മുമ്പിൽ ഇരിക്കണേ. ഞാന് അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അവനോടൊന്ന് സംസാരിക്കണം. ആ ചെറുക്കൻ എന്റെ മുന്നിൽ വന്ന് 2 കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, പറ്റിപ്പോയി, ഞാൻ ഇനി ചെയ്യൂല. അവനിനി ചെയ്യൂല, ഉറപ്പായിട്ട് ചെയ്യൂല. അവന് പറ്റിപ്പോയത് ചെയ്യൂല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവന്റെ ഉമ്മ അവനെ വിശ്വസിക്കും, അവന്റെ പെങ്ങൾ അവനെ ആങ്ങളയായി കാണില്ല. ഇതെങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, സാരല്ലേ, തെറ്റുപറ്റിയതാണെങ്കിൽ തൗബ ചെയ്തു, അല്ലാഹ് പൊറുക്കും. അവൻ പറഞ്ഞു, ഞാൻ തൗബ ചെയ്തു. ഉമ്മാനെ വിളിച്ചു. ഒരു പെണ്ണ് മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആ പെണ്ണിങ്ങനെ ഇരിക്കണ്ടേ, ഒരു എഫക്റ്റും ഇല്ല, ഒരു വികാരവും ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണ് പറഞ്ഞു, ഒറ്റ വാക്കാ പറഞ്ഞത്, അവനിനി എന്റെ വീട്ടിൽ ഉണ്ടാവരുത്. പെണ്ണിന്റെ വാക്കാ, അവനിനി എന്റെ വീട്ടിൽ ഉണ്ടാവരുത്. 2 പെൺകുട്ടികളും ഞാനും താമസിക്കുന്ന വീടാ, അവൻ എന്റെ വീട്ടിൽ ഉണ്ടാവരുത്. എന്ത് ചെയ്യും? എത്ര പ്രതീക്ഷയോടെ പോറ്റിയ മോനാ നോക്കുന്നത്, എന്തൊരു രസത്തിൽ വന്ന വീടാ നോക്കി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ. ഒറ്റ വാക്ക്. ആ ചെറുക്കനെ കൊണ്ടുപോയത്, അയാൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ TC വാങ്ങിയിട്ട് വയനാട്ടിലുള്ള സ്കൂൾ കൊണ്ടുപോയി ചേർത്തു. വീട്ടിൽ നിർത്താൻ വയ്യ, അയാൾക്ക് ഗൾഫ് പോണ്ടായി. ഉമ്മ ചോദിക്കുക, ഞാൻ എങ്ങനെ കുളിക്കുക, ഞാൻ എന്താ വിശ്വസിക്കുക? ആ ചെക്കനെ നേരെ വയനാട്ടിൽ കൊണ്ടു ചേർത്തു. അവൻ +1 കഴിഞ്ഞ് വയനാട്ടിൽ അത് തുടരാൻ തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്ന് സ്കൂളും കോളേജും ഹോസ്റ്റലും പൂട്ടിയത്. ഉമ്മാനെ വിളിച്ച് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു, മോനെ കൊണ്ടുപോകണം, ഹോസ്റ്റലിൽ തുറന്നു വെക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഉത്തരവുണ്ട്, നിങ്ങൾ മോനെ കൊണ്ടുപോകണം. അങ്ങനെ ആ മകൻ വീട്ടിൽ തിരിച്ചു വരികയാണ്. ഉമ്മ ബാപ്പാനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഈ കുട്ടി ഞാൻ കൊണ്ടുപോകും. ബാപ്പ സൗദിയിൽ കുടുങ്ങിക്കിടക്കാൻ, ഫ്ലൈറ്റ് ഇല്ല, വരാൻ കഴിയില്ല, പ്രശ്നമായി നിൽക്കണം. അയാൾ എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറ് ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കണം, എന്തെങ്കിലും ഒരു കോംപ്രമൈസ്. ഞാൻ ആ പെണ്ണിനെ വിളിച്ചു. ആ പെണ്ണ് പറഞ്ഞു, നടക്കൂല, കുട്ടികളുള്ള ഈ വീട്ടിൽ ഞാൻ അവനെ കേറ്റൂല. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആ പെണ്ണ് പറഞ്ഞു, ശരി, കൊറോണക്കല്ലേ, വന്നോട്ടെ, ഒറ്റ കണ്ടീഷൻ. ഞാൻ ചോദിച്ചു, എന്താണ് കണ്ടീഷൻ? അവൻ വന്നാൽ വീടിന്റെ മുകളിൽ കഴിയണം, താഴേക്ക് ഇറങ്ങരുത്. ഉമ്മ ഉപയോഗിച്ച വാക്ക്, കോണിപ്പടികൾ ഇറങ്ങരുത്.
കൊറോണന്റെ കാലത്ത് 30-60 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ, ഇല്ലേ? ഉണ്ട്. ഈ ചെറുക്കൻ വീടിന് മുകളിൽ ക്വാറന്റൈനിൽ ഇരുന്നത് 6 മാസം. താഴത്തേക്ക് ഇറങ്ങാനും സമ്മതിച്ചില്ല. തടിച്ചു പോയാ അനങ്ങാഞ്ഞിട്ട്. അവൻ ഉടുത്ത വസ്ത്രം അത് അലക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കോണിപ്പടിയുടെ മുകളിലേക്ക് ഇട്ടു കൊടുക്കും. ഉമ്മ അലക്കിയിട്ട് മുകളിലേക്ക് ഇട്ടു കൊടുക്കും. ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തിട്ട് അതിന് മുഴുവൻ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ നിറച്ച് ഉമ്മ കോണിപ്പടിന്റെ മുകളിൽ കൊണ്ട് വെച്ചു കൊടുക്കും. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ചെറുക്കൻ അത് എടുത്തുകൊണ്ട് പോയി കഴിച്ചിട്ട് പ്ലേറ്റ് കൊണ്ട് കൊടുക്കും. അവൻ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ കഴിഞ്ഞത് 6 മാസം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ കഴിഞ്ഞിട്ട് വാപ്പ ഫ്ലൈറ്റ് കിട്ടിയിട്ട് നാട്ടിൽ വന്നത്. ഇപ്പോഴാണ് താഴത്തേക്ക് ഇറങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കൾ, നമ്മളൊക്കെ ചിന്തിക്കുന്ന, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ മക്കള് ഒരു നിമിഷം ഒരു കുടുംബത്തിന്റെ ഭീഷണിയായി മാറും. ഇവരുണ്ടാക്കുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ എത്ര ധൈര്യവാനായ, എത്ര വലിയ ബുദ്ധിയുള്ള ബാപ്പാക്കും കഴിയില്ല. സ്വന്തം മക്കൾ തിരിഞ്ഞു നിന്നാൽ ഏത് ജഗജില്ലയും അവിടെ നിൽക്കും. എങ്ങനെ എന്താ ചെയ്യാൻ പറ്റും? 2024 ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നു നിൽക്കുന്ന സമയം ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. വല്ലാത്ത ഒരു ചിന്തയും വല്ലാത്ത ഒരു കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക ലോകം. കുട്ടികളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു, സ്കൂളുകൾ മാറിയിരിക്കുന്നു, കുട്ടിയുടെ രീതികൾ മാറിയിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ കൂടിയിരുന്ന് നാം ചിന്തിക്കേണ്ടത് ഈ ആധുനിക ലോകത്തെ മക്കളെ എന്തു ചെയ്യണം എന്ന്. ഞാനിപ്പോ പറഞ്ഞ ഈ കഥ നമ്മുടെ വീടിന്റെ പടി കയറി വരാം. അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. നമ്മുടെ മക്കൾ ഇങ്ങനെ ഭീഷണിയായിട്ട് മാറി എന്താ നമ്മൾ ചെയ്യാന്ന് മനസ്സിലാവുക.